സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും, അതായത് സംസ്ഥാന ധനകാര്യ വകുപ്പും കേന്ദ്ര ധനകാര്യ വകുപ്പും തമ്മിലുള്ള വടംവലി സാധാരണ പോലെ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ നമ്മുടെ ധനമന്ത്രി പറഞ്ഞിരുന്നത് 14ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് ഞങ്ങൾക്ക് 2 അതായത് സെൻട്രൽ പൂളിൽ നിന്ന് 14ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് 2.53% തന്നെങ്കിൽ അത് 15ാം ധനകാര്യ കമ്മീഷനായിപ്പോ 1.93% പോയി. അത് വലിയ കുറവാണ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പറഞ്ഞതിനെ വെട്ടിക്കൊണ്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞത് UPA കാലവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ BJP ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് തന്നിട്ടുള്ളത് 224% അധികം എന്നാണ് സെൻട്രൽ പൂളിൽ നിന്ന് തന്നത്. അപ്പൊ അതിനൊരു റിപ്ലൈ ആണ് ഇപ്പോ ശ്രീ ബാലഗോപാൽ കൊടുത്തിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 224% അധികം എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടേംസിൽ തന്ന പണത്തിന്റെ ശതമാനക്കണക്കാണ്. അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് പറയേണ്ടത് ഫിനാൻസ് കമ്മീഷൻ സെൻട്രൽ പൂളിൽ നിന്ന് എത്ര ശതമാനം, ആ തരത്തിൽ വേണം അതിനെ നോക്കി കാണാൻ എന്നാണ്. അതായത് 1.93% നിന്ന് 2.53% നിന്ന് 1.93% മാറി എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ടി, അതായത് ഈ 2 ഫിനാൻസ് കമ്മീഷനും തമ്മിൽ വന്ന വ്യത്യാസം 0.57%ാണ്. ഈ 0.57% എന്ന് പറയുന്നതിൽ ഊന്നിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറവ് വന്നത്? ഇത് കേരളം പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയത് കൊണ്ടാണ്. ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രിയും അത് തന്നെ പറഞ്ഞു. പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയത് കൊണ്ടാണ് കേരളത്തിന് ഇങ്ങനെ വന്നത് എന്നാണ്. പലവട്ടം ആവർത്തിച്ച് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയതിന്റെ പേരിൽ ഈ മാറ്റം വന്നു എന്നത് വസ്തുനിഷ്ഠമാണ്. പക്ഷേ അതായത് ഈ 15th ഫിനാൻസ് കമ്മീഷൻ 15% പോപ്പുലേഷന് വെയിറ്റേജ് കൊടുത്തിരുന്നത് എങ്കിൽ 12.5% വെയിറ്റേജ് പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയതിന് നൽകിയിരുന്നു. അപ്പോൾ നമുക്ക് 15% നഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും 12.5% ഒറ്റയടിക്ക് കിട്ടി എന്നുള്ളതും നാം മറക്കാൻ പാടില്ല. പക്ഷെ പിന്നീടുള്ള മാനദണ്ഡങ്ങൾ, അത് കൂടാതെ എടുത്ത മാനദണ്ഡങ്ങളാണ് കേരളത്തിന് എതിരായിട്ട് ഭവിച്ചത്. അത് ഏതൊക്കെ മാനദണ്ഡങ്ങളാണ്? അത് സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കണക്കിലെടുക്കാത്തത് എന്ന് നാം മനസ്സിലാക്കുന്നില്ല. ഒന്നാമത് ഇൻകം ഡിസ്റ്റൻസ്, അതായത് ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും ഏറ്റവും കുറവ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും തമ്മിൽ താരതമ്യപ്പെടുത്തി ഏറ്റവും കുറവുള്ള സംസ്ഥാനത്തിന് 45% ഒറ്റയടിക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമല്ല, 6ാമത്തെ ലാർജസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ നോമിൽ നാം പുറകോട്ട് പോകും, നമുക്ക് വളരെ കുറച്ചേ കിട്ടൂ. ഇനി അടുത്തതാണ് 2.5%, അതായത് ഫിസ്ക്കൽ എഫേർട്ട്, ഫിസ്ക്കൽ എഫിഷ്യൻസിക്ക്. അത് കേരളത്തിന് ഒന്നും കിട്ടില്ല. കാരണം CAG പറഞ്ഞ ഒരു കണക്കുണ്ടല്ലോ, അതായത് 28,258.39% കുടിശ്ശിക, റവന്യൂ വരുമാനത്തിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഫിസ്ക്കൽ എഫേർട്ടില് അഥവാ ഫിസ്ക്കൽ മാനേജ്മെന്റില് കേരളം ഒരു പരാജയമാണ് എന്ന് തന്നെയാണ്. ഇനി അടുത്തതാണ് സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ്. പിന്നെ ഉണ്ട്, അതിനു മുൻപ് ഒന്നോടെയുണ്ട്, അതായത് ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. അപ്പൊ അത് നോക്കുമ്പോൾ ആകെ ഇന്ത്യയിലുള്ള ഡെൻസ് ഫോറസ്റ്റിന്റെ എത്ര ശതമാനമാണോ കേരളത്തിലുള്ളത് അതിനനുസരിച്ച് കേരളത്തിന് ഒരു വെയിറ്റേജ് കിട്ടും. അത് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാകും. ഇനി ലാസ്റ്റ് ആണ് സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ്. അതിന്റെ പേരിൽ, അതായത് ഇവിടെ ജെറിയാട്രി, അതായത് ഇവിടെ 60+ പോപ്പുലേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നമ്മൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഇവിടെ കൂടി നിൽക്കുന്നു. റവന്യൂ ഡെഫിസിറ്റ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ കൂടി നിൽക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതാണ് ഇവിടുത്തെ എയ്ഡഡ് സെക്ടർ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തതുപോലെ കേരളത്തിലെ എയ്ഡഡ് സെക്ടർ, സ്കൂൾ വിദ്യാഭ്യാസത്തിലും അതായത് സ്കൂൾ, കോളേജ്, എഞ്ചിനീയറിംഗ് തലങ്ങളിലൊക്കെ എയ്ഡഡ് സെക്ടർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് കൂടി നിൽക്കാനുള്ള ഒരു കാരണമായിട്ട് ഗവൺമെന്റിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ്
റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, അതായത് വെസ്റ്റ് ബംഗാളിനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, 41,000 കോടിയിലധികം. കേരളത്തിന് 37,000 കോടിയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക്, അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് വെസ്റ്റ് ബംഗാളിനാണ്. അത് 40,115 കോടിയാണ്. 5 വർഷം കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. കേരളത്തിന് 37,814 കോടി. അതായത് സ്ഥാനത്ത് രണ്ടാമത് ഏറ്റവും കൂടുതൽ ഗ്രാന്റ് കിട്ടിയ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടാൻ കാരണമായതും നമ്മുടെ 60+ പോപ്പുലേഷൻ ഇന്ത്യയിൽ 19% സംസ്ഥാനം കേരളമാണ് എന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിന്റെ ഡെവല്യൂഷൻ. പക്ഷേ ഇവിടെയല്ല. ഇപ്പോ നമ്മുടെ ശ്രീ ബാലഗോപാൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വേറെ വളരെ പ്രധാനപ്പെട്ട, ഇതുവരെ അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ മറന്നുപോയ ഒരു മേഖലയിലാണ്. അത് ഏത് മേഖലയാണ്? അതാണ് സെസ് ആൻഡ് സർചാർജ്. അതായത് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഭരണത്തിൽ വന്നപ്പോൾ YV റെഡ്ഡി ആയിരുന്നു 14th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. അപ്പം അദ്ദേഹം ആണ് അതുവരെ സെൻട്രൽ പൂളിൽ 32% സെൻട്രൽ പൂളിലിട്ട് സംസ്ഥാനങ്ങളുമായിട്ട് വെർട്ടിക്കൽ ഡെവല്യൂഷൻ നടത്തിയിരുന്നു. അത് ഒറ്റയടിക്ക് YV റെഡ്ഡി 42% റേസ് ചെയ്തു. അമ്പരന്ന് പോയ നമ്മുടെ പ്രധാനമന്ത്രി റെഡ്ഡിയെ സമീപിക്കുന്നു. പിന്നെ അദ്ദേഹത്തോടൊപ്പം നീതി ആയോഗിന്റെ CEO ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു 42% എന്ന് പറയുന്നത് കേന്ദ്രത്തെ പാപ്പരാക്കും, അതുകൊണ്ട് അത് ഒന്ന് വെട്ടിക്കുറച്ച് 33%-ലേക്കെങ്കിലും കുറയ്ക്കണമെന്ന് പറഞ്ഞു. YV റെഡ്ഡി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് വലിയ ധനപ്രതിസന്ധിയുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും, അതുകൊണ്ട് വെട്ടിക്കുറയ്ക്കുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പോൾ ഓർമ്മിക്കണം, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറെ എടുത്തു പോയി കാണുക ചെയ്തിട്ടുള്ളത്, ഗവർണറെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ YV റെഡ്ഡി വളരെ പ്രഗത്ഭനായ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിരുന്നു പണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് മത്സരിക്കാൻ നിൽക്കാതെ നരേന്ദ്രമോദി പിൻവാങ്ങി. പക്ഷെ അദ്ദേഹം അടുത്ത അടവെടുത്തു. എന്തായിരുന്നു ആ അടുത്ത അടവ് എന്ന് പറയുന്നത്? അതായത് ശരി, സെൻട്രൽ പൂൾ 42% ആക്കിക്കോളൂ, എനിക്കറിയാം എങ്ങനെ സംസ്ഥാനങ്ങളെ പാപ്പരാക്കണമെന്ന്. അതിനാണ് അദ്ദേഹം സെസ്, അതുപോലെ തന്നെ സർചാർജ്. സെസ് എന്ന് പറയുന്നത് ടാക്സ് ഓൺ ടാക്സ് ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അനുവദിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റും ഒരു പരിധി വരെ സംസ്ഥാന ഗവൺമെന്റിനും സെസ് ഈടാക്കാം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ നികുതിയും അതിനുമേൽ സെസ്സും ഈടാക്കി കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ സാഹചര്യമേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് വലിയ തോതില്, അതായത് ഇന്ധനത്തിന്റെ നികുതി ഓർമ്മയുണ്ടല്ലോ, 2014 ഇലക്ഷന്റെ പ്രൊപ്പഗാൻഡ സമയത്ത് നരേന്ദ്രമോദിയുടെ ആൾക്കാർ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും ലഭ്യമാക്കും എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന നരേന്ദ്രമോദി എന്ത് ചെയ്തു? പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ വർദ്ധിപ്പിച്ചു. അതിനുമേൽ സെസ്. എന്തിനായിരുന്നു സെസ്? അതിന് പല കാരണങ്ങൾക്ക് വേണ്ടിയാണ് സെസ് ഏർപ്പെടുത്തിയത്. എന്താണെങ്കിലും അതാണ് സെസ്, അതുപോലെ സർചാർജ്. ഈ രണ്ടും വളരെ കൂട്ടി കൊണ്ടുവന്നു 2014 മുതൽ. ഇത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? സംസ്ഥാനങ്ങൾക്ക് നികുതിയോ സെസ്സോ പിരിക്കാനുള്ള ആ സാഹചര്യം പരിമിതപ്പെട്ടു വരും. എങ്ങനെ പരിമിതപ്പെട്ടു വരും? കേന്ദ്രം ഏർപ്പെടുത്തിയ, അതായത് പെട്രോൾ തന്നെ എടുത്തോളൂ, കേന്ദ്രം ഏർപ്പെടുത്തിയ നികുതിക്ക് മേലാണ് സംസ്ഥാനത്തിന് ബജറ്റ് വഴിയായിട്ട് 1%, 0.5% ഒക്കെ നികുതി ചെലുത്താവുന്നത്. അതുപോലെ തന്നെ സെസ് ചെലുത്താവും. കാരണം എല്ലാം വഹിക്കേണ്ടത് ഒരു ജനതയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോ സംസ്ഥാനങ്ങളെ സംഘർഷത്തിലാക്കാനുള്ള, അവരുടെ വിഭവ സമാഹരണ ശേഷി വെട്ടിക്കുറയ്ക്കാനുള്ള നേരിട്ട ഒരു നടപടിയാണ് സെസ്, സർചാർജ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണ ശേഷിയെ പ്രതിസന്ധിയിലാക്കി നരേന്ദ്രമോദി എന്നാണ്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എന്നാണ്, കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് ഈ അവസാന വട്ടം ഇപ്പോൾ ശ്രീ ബാലഗോപാൽ സുപ്രീം കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് എത്ര ശതമാനം? അതായത് 2017, 18, 22, 23 കാലഘട്ടത്തിനിടയ്ക്ക് 133% വർധനവാണ് സെസ്സിൽ തന്നെ ഉണ്ടായത്. അതുപോലെ തന്നെ വർധനവ് സർചാർജിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രമേൽ വരില്ല.
2010 ആകെയുള്ള നികുതിയുടെ 10% സെസ്. 2019 ആയപ്പോഴേക്കും അത് 18% വർദ്ധിച്ചു. അതായത് UPA ഗവൺമെന്റ് കാലത്ത് സെസ് 10% എങ്കിൽ NDA ഗവൺമെന്റ് ഭരണത്തിൽ വന്ന് 2019-20 ആകുമ്പോഴത്തേനും അത് 18% വർദ്ധിപ്പിച്ചു. 2023 ആയപ്പോഴത്തേക്കും അത് 28.1% വർദ്ധിപ്പിച്ചു. അപ്പൊ ആകെപ്പാടെ ഈ സെസ്സും സർചാർജുമായി കളക്ട് ചെയ്ത എമൗണ്ട് 15,34,000 കോടി. ഇതാണ് ശ്രീ ബാലഗോപാൽ പറഞ്ഞത്. ഇങ്ങനെ സെസ് സർചാർജ് എന്ന രീതിയിൽ ഇത് കളക്ട് ചെയ്യുന്നതിന് പകരം നികുതിയായിട്ട് കളക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് സെൻട്രൽ പൂളിൽ വരും. സെൻട്രൽ പൂളിൽ വന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്ത് അതിന്റെ പങ്ക് കിട്ടും. അപ്പൊ അത് നിഷേധിച്ചുകൊണ്ട് സംഘർഷത്തിലാക്കുകയായിരുന്നു നികുതി സമാഹരണത്തിൽ എന്ന് വളരെ വസ്തുനിഷ്ഠമായി ആകർഷണീയമായ രീതിയിൽ ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അടിവരയിടേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതി മുഖവിലേക്ക് എടുക്കുകയും, കാരണം ഏത് അന്വേഷണം നടത്തിയാലും സുപ്രീം കോടതിക്ക് മനസ്സിലാകും ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന്. അപ്പോൾ അങ്ങനെ സംസ്ഥാനം ഒരടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കേന്ദ്രവുമായിട്ടുള്ള ആ ശീതസമരത്തില്. ഇനി ഒരു കാര്യവും കൂടി പറയാനുണ്ട്. ഇങ്ങനെ സെസ്സും സർചാർജും വഴി സംസ്ഥാനങ്ങളെ സംഘർഷത്തിലാക്കി എന്ന് മാത്രമല്ല, വേറെ ഒരടി കൂടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റ് കണ്ടോ കണ്ടില്ലയോ എന്നറിഞ്ഞുകൂടാ. അതായത് സംസ്ഥാനവും കേന്ദ്രവും കൂടി പങ്കിട്ട് നടത്തുന്ന പ്രോപ്പർ, അതായത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? നിങ്ങൾ സെസ് പിരിച്ചോളൂ കേന്ദ്രം, പക്ഷെ അത് അങ്ങനെ പിരിച്ചെടുക്കുന്ന സെസ് നിങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കരുത്, സംസ്ഥാനവും നിങ്ങളും കൂടി പങ്കിടുന്ന പദ്ധതികളിൽ വേണം അത് ചെലവഴിക്കാൻ എന്നാണ്. എന്ന് വെച്ചാല് ഇപ്പൊ PM കിസാൻ എന്നൊരു പ്രോഗ്രാം ഉണ്ടെന്നിരിക്കട്ടെ, അത് 80% കേന്ദ്രവും 20% സംസ്ഥാനവും ചെലവഴിക്കുന്ന പ്രോഗ്രാമാണോ? അങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സെസ് ഈ 15,40,000 കോടി സെസ് പിരിച്ച ഗവൺമെന്റ് എന്താ ചെയ്തത്? ആ പിരിച്ച സെസ് കൊണ്ട് കാര്യങ്ങൾ നടത്തി എന്ന് മാത്രമല്ല, ഒരടി കൂടി സംസ്ഥാനങ്ങൾ കൊടുത്തു. എന്താണത്? നേരത്തെ തന്നെ, അതായത് UPA ഗവൺമെന്റ് കാലത്ത് തന്നെ തുടങ്ങിയ പദ്ധതികളാണ് പേര് മാറ്റി, ഓരോരോ പേര് മാറ്റി, പിന്നെ നരേന്ദ്രമോദിയുടെ മുഖം മിനുക്കുന്ന പേരുകളാക്കി മാറ്റിയിട്ടത്. അതിന്റെ തന്നെ ഒരടി. എങ്ങനെയാ ആ അടി കൊടുത്തത്? അത് കനത്ത പ്രഹരമായിരുന്നു. അതായത് കേന്ദ്രത്തിന്റെ ഷെയർ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അപ്പൊ സെസ്സും സർചാർജും വഴി അവരെ അടിച്ചു. രണ്ടാമത് അവരുടെ പങ്ക് വർദ്ധിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് വർദ്ധിപ്പിച്ചും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ അടിച്ചിരിക്കുന്നു. അതാണ് യഥാർത്ഥ അടിയായിട്ട് നാം കാണേണ്ടത്. ഇങ്ങനെ സംസ്ഥാനങ്ങളെ ആകപ്പാടെ സംഘർഷത്തിൽ ആഴ്ത്തുന്നത് തീർച്ചയായിട്ടും ഫെഡറൽ പ്രിൻസിപ്പിൾസിന് ഒരു തരത്തിലും നിരക്കുന്നതല്ല. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കേന്ദ്രത്തോട് മല്ലടിക്കേണ്ടതാണ്.